തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ PK ജയപ്രകാശ് തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ രമേശിനെ 4 വോട്ടുകൾക്കാണ് ജയപ്രകാശ് പരാജയപ്പെടുത്തിയത്. BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ PK ജയപ്രകാശിനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ രമേശിനെ 4 വോട്ടുകൾക്കാണ് ജയപ്രകാശ് പരാജയപ്പെടുത്തിയത്. അവരിൽ കൂടി തുടങ്ങിവെച്ച എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. തൊടിയൂർ പഞ്ചായത്തിന്റെ അമരനായി ഞാൻ സത്യപ്പെട്ടു. പുറത്ത് നമുക്കൊക്കെ രാഷ്ട്രീയമൊക്കെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരൊക്കെ പുറത്ത് ഓർഗാവുകയും ഒക്കെ നമ്മൾ നമ്മുടേതായ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും അതിനാളുകളെ പങ്കെടുപ്പിക്കാനും ഒക്കെയുള്ള പണി. പക്ഷേ അകത്ത് നമ്മളെല്ലാവരും ഒന്നിച്ചായി. അങ്ങനെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ തൊടിയൂർ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം നടപ്പാക്കാൻ പറ്റത്തുള്ളൂ. അത് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും എൻ്റെ കൂടെ നിൽക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിനകത്തൊന്നും ഒരു മാറ്റമില്ല. അതോടൊപ്പം തന്നെ നമ്മളെയൊക്കെ ഇങ്ങോട്ട് നിയോഗിച്ച രാഷ്ട്രീയക്കാർ അതോടൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി തൊടിയൂരിന്റെ വികസനത്തിന്റെ ഇതുവരെ നടന്ന വികസനത്തിൽ കൂടി മുമ്പോട്ട് പോകാം. LDF അംഗം അനിൽകുമാറാണ് ജയപ്രകാശിന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. രഞ്ജിത്ത് പിന്താങ്ങി. 23 അംഗങ്ങളിൽ 13 പേർ LDF-നും 9 അംഗങ്ങൾ UDF-നും വോട്ട് ചെയ്തു. BJP അംഗം വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു. വരണാധികാരി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.